ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇരുവരും ഇനി ദുർഗയിലെ സെൻട്രൽ ജയിലിൽ തുടരും. അതേസമയം തങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെയെന്നും പോകുന്ന കാര്യം വീട്ടുകാരെ അറിയിച്ചിരുന്നുവെന്നും പെൺകുട്ടികൾ. ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരരെയാണ് വധിച്ചതെന്നും അമിത്ഷാ പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് പോകാൻ ലീഗ് വിട്ടുകൊടുക്കില്ലെന്നും പാണക്കാട് സൈദലി ശിഹാബ് തങ്ങൾ. നിമിഷപ്രിയയുടെ കാര്യത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. വാർത്താ ഏജൻസിയാണ് എക്സിലെ പോസ്റ്റ് ഒഴിവാക്കിയതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മരിച്ചത് കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോംഗാർഡായ കരിനിലം സ്വദേശി KS സുരേഷ്. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞുകിടന്ന മരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം.